ഹായ്, ഞാനേ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണേ. നാടൻ പനീർ കറി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലും. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇടാം. ബട്ടർ ചൂടായി, നമുക്ക് പനീർ അതിലേക്ക് ഫ്രൈ ചെയ്യാനിടാം. എല്ലാ പനീറും നിരത്തി കൊടുത്തു. ഇനി അത് ചെറുതായിട്ട് ലൈറ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. ചെറുതായിട്ട് മൂത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. എല്ലാം അതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം മറിച്ചിട്ട് കൊടുത്തു. ഇനി അത് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അത് മൂത്തിട്ടുണ്ട്, നമുക്ക് കോരി എടുക്കാമേ. അങ്ങനെ എല്ലാം കോരിയെടുത്തു. പനീർ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, വറ്റൽമുളക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. കൊത്തിയരിഞ്ഞ സവോളയാണ്. അത് നല്ല ബ്രൗൺ ആവുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഉപ്പ് ഇട്ട് നല്ലപോലെ ബ്രൗൺ ആവണം കേട്ടോ. നല്ലപോലെ ചുമന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി ഇത് ഇത്രയും കൂടെ ഇട്ട് ചെറുതീയിൽ ഇളക്കിയെടുക്കാം. നല്ല പച്ച മണം മാറുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം. മുളക് പൊടി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് 2 തക്കാളി ഞാൻ അരച്ചതാണ്. അതിട്ട് നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ നമുക്കതിനെ ഇളക്കി എടുക്കാം. അങ്ങനെ ഇത് തക്കാളി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. വഴറ്റി തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പം തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ചൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്, നമുക്കതിനെ പനീർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിലിരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. തുറന്ന് എന്നിട്ട് നമുക്കിനി തേങ്ങയുടെ തനിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാക്കണ്ട കേട്ടോ. ചെറു ചൂടായാൽ മതി. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഇച്ചിരി മേത്തിയില ഇടുന്നുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് മല്ലിയില ഇട്ട് വാങ്ങും. അങ്ങനെ നാടൻ പനീർ കറി ഇവിടെ റെഡിയായി കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.